വീട്ടിൽ നിന്ന് അമ്മ തന്നുവിട്ട കപ്പയ്ക്ക എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് കപ്പയ്ക്കയും പയറും കൂടി ഇട്ട് നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കാന്ന് കരുതി. അങ്ങനെ കപ്പയ്ക്കയും പയറും കൂടെ വേവിച്ച് അരപ്പ് ഒഴിച്ച് എരിശ്ശേരി ഉണ്ടാക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മീനും എടുത്തോണ്ടങ്ങ് പുറത്തോട്ട് ഇറങ്ങി. ഈ മീനിന്റെ പേരെന്താന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ഇതിനെ ഇവിടെ അഴുകയെന്നാണ് പറയുന്നത്. ഇത് കടലിലെ അഴുകയാണ്. ദാ ഇങ്ങനെ ചുമന്നിരിക്കുന്നതാണ് കടലിലെ അഴുക. ഈ സെയിം സാധനം തന്നെ നമുക്ക് കായലിൽ നിന്നും കിട്ടും. പക്ഷെ അതിന്റെ കളർ ഇങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു കറുത്ത കളറാണ്. രണ്ടായാലും ഇത് വൃത്തിയാക്കി എടുക്കുന്ന കാര്യം കുറച്ച് കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് ഇതിന്റെ തല ക്ലീൻ ചെയ്യുന്നതാണ് മെയിൻ ടാസ്ക്. ഇതിനു മുന്നേ ഒരുപാട് വട്ടം ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇച്ചിരി വലിയ സൈസിൽ ഈ സാധനം കിട്ടുന്നത്. ഇങ്ങനെയുള്ള മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാറില്ല. ഒന്നുകിൽ പുളിയും മുളകും, അതായത് നമ്മളിങ്ങനെ കുടംപുളിയൊക്കെ ഇട്ട് മുളകിട്ട് കറി വെക്കില്ലേ, അത് തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ വറുത്തരച്ച് വെക്കും. ഇന്ന് പിന്നെ വറുത്തരയ്ക്കാൻ ഒരു മൂടില്ലാത്തതുകൊണ്ട് ഞാനത് കുടംപുളി ഇട്ട് മീൻ കറി അടുപ്പിലോട്ടാക്കി. പിന്നെ ഇന്നലെ വാങ്ങിച്ച് കണ്ടിച്ചു വെച്ചിരുന്ന കുറച്ച് അയലക്കുട്ടന്മാർ ഇരിപ്പുണ്ടായിരുന്നു, അതിനെ എടുത്തങ്ങ് വറുക്കാനും വെച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും എരിശ്ശേരിയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ഊണ് കഴിച്ചു. അപ്പൊ ഓക്കെ, ബൈ.